Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 15.7.1 ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 603 MB-ലാണ് ഐഫോൺ 7 Plus. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു iOS 15.7.1 എല്ലാ ഡിവൈസിലും, അതായത് 14 Pro Max ഉള്ള എല്ലാ ഡിവൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടായിരിക്കും. നിങ്ങളിപ്പോൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നീട് 7 Plusഉം 7 Plusനും താഴത്തേക്കുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങളല്ല, പക്ഷേ കുറേ ഇമ്പോർട്ടൻ്റ് ആയ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും പിന്നെ കുറച്ച് ബഗ് ഫിക്സസും പിന്നെ പെർഫോമൻസിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് ഈ ഒരു അപ്ഡേഷനിലൂടെ ആപ്പിൾ നമ്മുടെ എല്ലാ യൂസേഴ്സിനും തരുന്നത്. അപ്പോൾ നമ്മുടെ iOS 15.7.1 കാര്യങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നേരെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് നമ്മൾ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19H117 എന്ന്. അതായത് നമ്മുടെ iOS 15.7.1 RC റിലീസിലുണ്ടായ ആ ഒരു ബിൽ നമ്പറല്ല ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു RC റിലീസിൻ്റെ ടെസ്റ്റ് റണ്ണേഴ്സായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. നമ്മുടെ RCയും ഒഫീഷ്യൽ ബിൽഡുമായിട്ട് ചെറിയൊരു വ്യത്യാസം ഈ പറയുന്ന iOS 15.7.1 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കണക്റ്റീവായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന ഫേസ് ID ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിവൈസിൽ ഈ പറയുന്ന iOS 15.7 ആണ് ഇപ്പോഴും റൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഫേസ് ID വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ ആയിരുന്നില്ല. ചില സമയത്ത് ആ ഒരു ഫേസ് ID കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബഗ്ഗുകളുണ്ടായിരുന്നു. ആ ഒരു ബഗ് ഞാൻ പറയുന്നത് ഫുൾ സ്ക്രീൻ, അതായത് നമ്മുടെ iPhone 10 മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നിങ്ങളിപ്പോഴും iOS 15.7 തന്നെയാണ് റൺ ചെയ്യണമെങ്കിൽ ആ ഒരു ഫേസ് ഐഡിയിലുണ്ടായ ബഗ് ഈ ഒരു iOS 15.7.1 ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പെർഫോമൻസിലെ ആ ഒരു ഒപ്റ്റിമൈസേഷനാണ്. നമുക്ക് കുറേ കൂട്ടുകാർക്ക് നേരത്തെ ഉണ്ടായ അപ്ഡേറ്റിൽ കുറച്ച് ബാറ്ററി ഡ്രെയിനിങ്ങും പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പെർഫോമൻസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ഒക്കെ ഈ ഒരു iOS 15.7.1 ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ iOS 15.7 നമുക്ക് അത്യാവശ്യം ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടായിരുന്നു, എന്നാലും അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു ഡിവൈസിൽ ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് അറിയണമെങ്കിൽ മിനിമം ഒരു 4-5 ദിവസം തറവായിട്ട് യൂസ് ചെയ്യണം. നല്ല രീതിക്കുള്ള യൂസേജ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ആ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ 82% എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. പിന്നീട് എൻ്റെ ബാറ്ററിയുടെ ഈ ഒരു സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് നമുക്ക് 1 മണിക്കൂറും 29 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റുമാണ്. ഞാൻ അത്യാവശ്യം നല്ല യൂട്യൂബും കാര്യങ്ങളും കോണ്ടൻറ്റൊക്കെ ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് വന്ന കാര്യമാണ് ഹീറ്റിംഗ്, അതായത് തേർമൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ചാർജ് കുത്തിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ഡിവൈസും അത്യാവശ്യം നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം ഒരു ചൂട് എൻ്റെ ഒരു ബാറ്ററി മോഡ്യൂളിൻ്റെ ഭാഗത്തും ഈ ഒരു സൈഡ് കോമ്പോണൻ്റെ ഭാഗത്തും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അക്സെപ്റ്റബിൾ ആണ്, അത്ര വലിയ ചൂടല്ല. ഒരു വാംത്ത് എനിക്ക് എന്തായാലും എൻ്റെ ഡിവൈസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 15.7.1 വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. എനിക്കറിയാം വലിയ മാറ്റങ്ങളോ അതേപോലെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും iOS 15 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ചെയ്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഫുള്ള്
നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റേറ്റ് വരുന്ന ഓരോ പുതിയ അപ്ഡേഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മറന്നു പോകാതെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടുവരികയും നിങ്ങളത് കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റേറ്റ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Xavier, signing from Abin.